വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കാത്ത വനംവകുപ്പിനെയും മന്ത്രി ഷിബു ബേബി ജോണിനെയും രൂക്ഷമായ ഭാഷയിലാണ് ദിവസങ്ങൾക്ക് മുമ്പ് എം മണി വിമർശിച്ചത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിഷയത്തിൽ ഒരു വിവരവുമില്ലെന്നാണ് മണി ആരോപിക്കുന്നത്. മനുഷ്യജീവിതത്തിന് പാരയായി നിൽക്കുന്ന ഏതു മൃഗങ്ങളെയും നേരിടുക വേണമെന്നും ഒരു വഴിയുമില്ലെങ്കിൽ അവയെ കൊന്നുകളയുന്നതിൽ തെറ്റില്ലെന്നുമാണ് തന്റെ അഭിപ്രായമെന്നുമാണ് മണി പറഞ്ഞത്. ഹൈറേഞ്ച് മേഖലയിൽ തങ്ങൾ പണ്ട് മുതൽക്കേ വന്യമൃഗങ്ങളെ നേരിട്ടാണ് വളർന്നതെന്ന് പറഞ്ഞ മണി കടപ്പുറത്തു നിന്ന് വരുന്ന വനം മന്ത്രിക്ക് വന്യമൃഗങ്ങളെക്കുറിച്ച് വിവരമില്ലെന്നാണ് ആക്ഷേപിച്ചത്. പിന്നാലെ പിണറായി വിജയനും വനം മന്ത്രിയെ വിമർശിച്ചിരുന്നു. ഈ രണ്ടുപേർക്കുമുള്ള മറുപടിയാണ് ഷിബു ബേബി ജോൺ പറഞ്ഞു വെച്ചത്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചത് നല്ല കാര്യമാണെന്നും എന്നാൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇദ്ദേഹം പോയിരുന്നെങ്കിൽ അന്ന് ഈ ഗതി വരില്ലായിരുന്നുവെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജില്ലയിൽ മാത്രം 22 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത്. അന്ന് ഏതെങ്കിലും സ്ഥലത്ത് അദ്ദേഹം പോയിരുന്നെങ്കിൽ കേരളത്തിന്റെ വനാതിർത്തി ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നുവെന്നും വനം മന്ത്രി പറയുന്നുണ്ട്. എം മണിക്ക് പ്രായമായി. അങ്ങനെയുള്ള നേതാവിനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയിക്കുന്നത് ശരിയായ മാധ്യമ സംസ്കാരമല്ലെന്നാണ് ഷിബു ബേബി ജോൺ പറഞ്ഞത്. വന്യമൃഗാക്രമണങ്ങളെ നേരിടുന്നതിനായി സർക്കാർ പ്രഖ്യാപിച്ച ഫണ്ടിനെക്കുറിച്ച് അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാം. കഴിഞ്ഞ ദിവസം മണിയാശാൻ എനിക്കെതിരെ ചില പരാമർശം നടത്തി. അത് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ മറുപടി പറയുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു മറുപടി പറയാം. ഈ കടപ്പുറത്ത് കിടക്കുന്നവൻ എന്നും കടപ്പുറത്ത് കിടക്കാനുള്ളവനാണോ എന്നുള്ളത്. കാരണം ഞാനത് ചോദിക്കട്ടെ, ആ മനോഭാവം CPM പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നു ചേരുന്ന എങ്ങനെയാണ്? ഞാൻ അഭിമാനിക്കുന്ന, ഞാൻ കടപ്പുറത്ത് ജനിച്ചതാണ്, തീരപ്രദേശത്തുകാരനാണ്. പക്ഷെ അതുകൊണ്ട് എന്നും അവിടെ തന്നെ കിടക്കുന്നവൻ അല്ലാത്തവൻ വിവരദോഷിയാകുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ എനിക്കതിലൊരു കാര്യം, ഞാനത് ശ്രദ്ധാപൂർവം മാധ്യമങ്ങളോട് പറയുന്നു. ഞാനത് കണ്ടു അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ മനുഷ്യന്റെ പ്രായത്തോട് നിങ്ങളൊരു ബഹുമാനം കാണിക്കേണ്ടത്. അത് എന്റെ ഇതാണെങ്കിൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്ന് പോലും അറിയില്ല. അദ്ദേഹത്തിന് ആരാ മന്ത്രി എന്നറിയില്ല. അദ്ദേഹം ചോദിക്കുകയാണ് ആരാ മന്ത്രി. അന്നേരം പറയുന്നത് ഷിബു ബേബി ജോൺ എന്ന് പറയുന്നു. ആ ഷിബു ബേബി ജോൺ കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവന്. ഞാൻ പറഞ്ഞ ആ മനുഷ്യനോടൊരു ചെന്ന് അയാളെ, അദ്ദേഹം ഇത് പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച് പറയിക്കുന്നല്ലയോ. ഈ മാധ്യമ സംസ്കാരം നല്ലതാണോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ആ ഒരു പ്രായമായ മനുഷ്യന്റെ അതെങ്ങനെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഈ ഒരു വാചകം വീഴ്ത്താമെന്ന് നോക്കി പറഞ്ഞ് പേരങ്ങോട്ട് പറഞ്ഞുകൊടുത്ത് പറയിക്കുന്നത് അത് ശരിയായ മാധ്യമ പ്രവർത്തനം അല്ല എന്ന് എനിക്ക് പറയാം. അല്ല, അതിപ്പം നാളെ ക്യാബിനറ്റ് ഉണ്ടല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് പോകുന്നതും ഞാൻ ഒരു ആയുർവേദ ചികിത്സാക്കം പഠനവുമായിട്ട് ഒരാഴ്ചയായിട്ട് നിൽക്കാൻ വന്നതാണ്. പക്ഷെ ഇന്ന് ഇറങ്ങിയത് കുഞ്ഞിനെ കാണാൻ ചിന്നക്കനാലിലേക്ക് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കുഞ്ഞിവിടെ ഉള്ള ആര് പറഞ്ഞു? അവസാന ബഡ്ജറ്റിൽ പ്രഖ്യാപനം നടത്തി. നിങ്ങൾ പ്ലാൻ ഫണ്ട് കണ്ടോ? ഞാൻ പറയട്ടെ, അവസാന ബഡ്ജറ്റിൽ 100 കോടി പ്രഖ്യാപനം ഇതായിരുന്നു. ഈ വന്യമൃഗ ആക്രമണങ്ങളെ നേരിടാൻ 100 കോടി എന്നായിരുന്നു പ്രഖ്യാപനം. ഈ 70 കോടി വന്നത് എങ്ങനെയാണെന്നറിയാമോ? ആകെ ടോട്ടൽ വർദ്ധിപ്പിച്ചില്ല. മുൻകാലങ്ങളിലെ അതേ തുക തന്നെയാണ് വെച്ചത്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ 100 എടുത്ത് ചെലവാക്കിക്കോളാനാ പറഞ്ഞത്. പക്ഷെ ഇത്തവണ അതല്ല, വ്യത്യസ്തമായി ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ 28 RRP എന്നുള്ള അടിയന്തരമായി 50 ആക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുള്ള ഫണ്ട് ലഭ്യമാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ.